മുണ്ടക്കൈയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ ജനുവരി 10-നകം നടത്തുമെന്ന ടി സിദ്ദിഖ് എംഎൽഎ. കോൺഗ്രസ് സ്ഥാപക ദിനമായ ഇന്ന് നടത്തണമെന്ന് പറഞ്ഞത് തന്റെ ആഗ്രഹമാണ്. സമഗ്രമായ പുനരധിവാസമാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും ടി സിദ്ദിഖ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന ചോദ്യം കോൺഗ്രസിന്റെ പുനരധിവാസം എവിടെയെന്നാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ ഇന്ന് നടത്തും, അതായത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ഇന്ന് നടത്തുമെന്ന് ടി സിദ്ദിഖ് എംഎൽഎ ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ചടങ്ങ് നടന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ എംഎൽഎ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഒന്ന്, ഇന്ന് നടക്കും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ജന്മദിനത്തിൽ ആ വീടുകളുടെ തറക്കല്ലിടൽ നടക്കണം എന്നാണ് ആഗ്രഹം എന്നുള്ളതാണ് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഈ പദ്ധതിയിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായി പരിശോധിക്കപ്പെടേണ്ട ഘടകങ്ങളുമൊക്കെ ഞങ്ങൾ പരിശോധിപ്പിച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജ് എടുത്ത് അഡ്വാൻസ് കൊടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഫൈനൽ സ്റ്റേജിലാണ്. 10-ാം തീയതിക്കകം ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന്റെ സമ്പൂർണമായിട്ടുള്ള തറക്കല്ലിടലും അനുബന്ധ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തികളും ഒക്കെ തുടങ്ങി കഴിയും. ഭൂമി കണ്ടെത്തിക്കഴിഞ്ഞ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാകുന്നത് ചെറിയ ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അതിന് പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ. പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ. അത് നമ്മുടെ കൽപ്പറ്റ സറൗണ്ടിങ്സിൽ തന്നെയാണ് ഇതിന്റെ ഭൂമിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം സ്ഥലവും പറയും. ഞങ്ങളെ ഡിസൈൻ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏജൻസിയെ അതും നിയോഗിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിനുള്ള കമ്പനിയുമായിട്ടുള്ള സംസാരവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 10 ഏക്കറയോളം വരുന്ന ഭൂമിയാണ് ഞങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത്. 100 വീടുകളാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തത്. കോൺഗ്രസ് വിഭാവനം ചെയ്ത 100 വീടും പൂർത്തീകരിച്ച് കൊടുക്കും. ഒന്നുകൂടി, അതായത് യൂത്ത് കോൺഗ്രസ് ഒരു 30 വീട് പ്രഖ്യാപിച്ച ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ചലഞ്ചിലൂടെ. അത് ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ അത് യൂത്ത് കോൺഗ്രസ്, അത് KPCC ആണ് പറയേണ്ടത്. കോൺഗ്രസ്, ഞാനിപ്പോ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ വരും എന്നുള്ളതൊക്കെ നേതൃത്വം പറയും. അതിന് ഞാൻ അത് പറയാൻ ഉത്തരവാദപ്പെട്ട ആളല്ല.